അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നോർത്ത് ഇന്ത്യൻസിന്റെ ഹൃദയം അല്ലേ ആയ പാവ് ബജ്ജി ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകണ്ട. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിലെ കടകളിലൊക്കെ ഉണ്ടാവും അല്ലേ, ചെറിയ പൈസക്ക് അവരുടെ ഒരു നേരത്തെ ഭക്ഷണമാണ് ഈ പാവ് ബജ്ജി വരണ്ട. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പാവ് ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി അല്ലേ? നല്ല ചന്തമുള്ള കോളിഫ്ലവർ. ഇത് ബീട്രൂട്ടിൻ്റെ കറ നമ്മുടെ ഉരുളക്കിഴങ്ങ് എത്തിയിട്ടാ നല്ലതാണ്. പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് കുറച്ച് വെള്ളം അല്ലേ, ഒരുപാട് വെള്ളം വേണ്ട. ഒരല്പം മഞ്ഞൾപ്പൊടി അല്ലേ മതി. ഒരല്പം കാശ്മീരി ചില്ലി, കുറച്ച് ഉപ്പ് പാകത്തിനല്ലേ, ഇതൊക്കെ പിടിക്കട്ടെ. തിളക്കട്ടെ. എന്തില്ലേ നല്ല കൂള് പോലെ അല്ലേ? ചതച്ചെടുക്കണം അല്ലേ, നല്ലോണം ചതച്ചെടുക്കുക. അങ്ങനെ നല്ല ചൂട് കിട്ടാ. സ്മാഷ് നമുക്ക് ചട്ടി വെച്ച് നമുക്ക് അടുത്ത ചീനിച്ചട്ടി നല്ല അൺസാൾട്ടഡ് ബട്ടർ. ഇനി കുറച്ച് ജീരകം, ഇതിൽ കുറച്ച് അധികം ജീരകം കൊടുക്കും കേട്ടോ. നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, അല്പം എരിവിന് മുളക് പൊടി അല്ലേ, അത് എരിവ് പാടില്ല. കുറച്ച് ഗരം മസാല, മിക്സ്, പാകത്തിന് ഉപ്പ്, കുറച്ച് ക്യാപ്സിക്കം, നമ്മുടെ മിക്സ് വെജിറ്റബിൾ, ഇത് ഹിന്ദിക്കാരൻ്റെ സ്പെഷ്യൽ അല്ലേ, മല്ലിയില. ചതയാതെ കൊടുക്കാതെ അതില
എല്ലാവരും ഒപ്പം ഇരിക്കണം. ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഹിന്ദിക്കാരന്മാരുടെ പരിപാടി. ഒരു തുള്ളി നാരങ്ങ നീര്. അപ്പോൾ നമ്മുടെ പാവ് ബജി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. നമുക്കിത് എന്താണെന്ന് അറിയാം. ഇനി പാവ് എടുത്തിട്ട് ബാജി എടുത്തിട്ടില്ലേ, ബാജി എടുത്തിട്ട് പാവി തേക്കാം. അങ്ങനെ പാവിലിങ്ങനെ തേക്കാം, അല്ലെങ്കിൽ പാവ് മുക്കി കഴിക്കാം, എന്ത് വേണം ചെയ്യാം. ഉള്ളിയൊക്കെ ഇട്ടാൽ അങ്ങനെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉള്ളിയൊക്കെ ചേർത്തില്ലേ, ഇതിങ്ങനെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിനിട്ട് ആവശ്യമുള്ളൊരു പിഴിഞ്ഞാൽ മതി കേട്ടാ. ഇത് നമ്മളിങ്ങനെ സംഭവം അടിപൊളിട്ടാ അല്ലേ, ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ശരിക്കും സ്ട്രീറ്റിൽ കഴിക്കണ അതെ. പക്ഷെ എത്ര അവർ ഇതൊന്നും ഒഴിക്കില്ല, എന്ത് ബട്ടർ അത്ര ഇല്ല അല്ലേ. ബട്ടർ ചെറുത് ഇങ്ങനെ ഒന്ന് കാണിക്കുള്ളൂ അവർ ആ ബ്രെഡിന്. നമ്മൾ നല്ലോണം ബട്ടറൊക്കെ ഇട്ട് എടുത്തരാം. ഒരു രക്ഷയില്ല. സുൽഫിയാനുണ്ട്. സുൽഫി മുംബൈയിലായിരുന്നു അല്ലേ, ചെന്നൈയിലായിരുന്നു ഇപ്പോൾ അല്ലേ, നേരത്തെ മുംബൈയിൽ അല്ലേ. സുൽഫി ഇങ്ങനെ കഴിക്കുന്നുണ്ടോ സാധനം. ഞങ്ങളൊക്കെ മുംബൈയിലൊക്കെ പോകുമ്പോൾ കഴിക്കാറുണ്ട്. രതീഷ് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. രതീഷ് അറിയാതിൻ്റെ കളറ് കൺസിസ്റ്റൻസി ഒക്കെ. പക്ഷെ മറ്റവർ കളർ എന്ത് ചേർക്കുന്നു അല്ലേ രതീഷ്, നല്ല ചൊവ്വേന്നുണ്ടാവും. നമ്മളിതിൽ മായങ്ങളും മന്ത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ ഉള്ളിൽ കരവിരുത് മാത്രം. ബട്ടർ അതിൻ്റെ ഫീൽ അടിപൊളി. ടേസ്റ്റ് ബേസ് ഒരു രക്ഷയാണ്. ഇനി കുറേ പാവും ബാജിയുണ്ട് നമ്മൾ എടുത്തില്ലേ, നമ്മൾ നാട്ടുകാർക്ക് കൊടുത്തുവിടാം. എല്ലാവരും കഴിക്കട്ടെ പാവ് ബജി എന്താണെന്നുള്ളത്. ആ ശരിക്കും ഒരു സ്ട്രീറ്റിലില്ലേ ഇതുപോലത്തെ രണ്ട് അല്ലേ, മണ്ണും അതിൻ്റെ ഉള്ളിൽ പാവും ഇതുപോലെ കുറച്ച് സാധനങ്ങൾ തരുന്നതാണ്. 20 റുപ്യ മുതൽ 50 റുപ്യ വരെ മേടിക്കുന്നത്. മണ്ണിന് ക്വാളിറ്റിക്ക് അനുസരിച്ചും ഇതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും ഇത് ഒരു നേരത്തെ ഫുഡാണ് അവൻ്റെ. രണ്ട് മണ്ണും പാവ് എന്നാണ് പറയുന്നത്, പാവും ബാജി. ഇത് ബാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുട്ടയോ സാധനങ്ങളൊന്നും ഇല്ല. ഈ മണ്ണിൽ മുട്ടയില്ലാത്ത എഗ്ലെസ് ബണ്ണാണ്, ഫുള്ളി വെജിറ്റബിളാണ്. സംഭവം ഒരു ലക്ഷം. ലക്ഷ്മൺ ഇത് എന്താ സാധനം എന്നറിയാണ്. ലക്ഷ്മൺ മുമ്പിലേക്ക് പോയിട്ടില്ലല്ലോ. കഴിച്ചില്ല ലക്ഷ്മൺ നീ? ഇല്ല. ഞാൻ പറഞ്ഞു നാട്ടുകാർക്ക് കൊടുക്കണം. കുറച്ച് ബനിലായിട്ട് കൊടുക്കുക. എന്ത് സംബന്ധം അറിയിട്ടല്ലേ. ചിലപ്പോൾ കുറ്റം പറയാനല്ലേ, ബന്ന് ചായ കുടിക്കുന്ന സാധനത്തിന് മസാല ഇട്ട്
ഇത് ശരിക്കും 1-2 മതിട്ടാ അല്ലേ? 2 മതി പറയാം. അധികം കഴിക്കണമെന്നില്ല. ആ ബട്ടറിൻ്റെ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ പല പണികൾക്കും ആവശ്യങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ WPCൻ്റെ ഡോറിന് കളമെടുക്കാൻ വേണ്ടി വന്നാൽ ഇത് നമ്മുടെ സുൽഫിക്ക നമ്മുടെ പഴയ വീട്ടിലേക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും. കേട്ടാ പല തിരക്കാർ പല സ്ഥലങ്ങളിൽ പോയതാണ്. അപ്പം വീണ്ടും നമ്മളോട് കൂടെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇത് 2 പുതിയ ആളുകൾ, ലക്ഷ്മണൻ രതീഷും. എവിടെയായിരുന്നു ഇത്രയും കാലം? അപ്പോൾ എന്തായാലും നമ്മുടെ ഇനിയും കുറേ പാവ് ബജ്ജിയുണ്ട്. നമ്മൾ ഇതൊക്കെ കഴിക്കണം കേട്ടോ. നമ്മൾ ഇതൊക്കെ കഴിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് തരണം. ചൂടാക്കി ഇതുപോലെ പാക്കിങ്ങാക്കി നമുക്ക് ആളുകൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറേ അധികം പണിയുണ്ട് നമ്മളില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണേ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തന്നെ ബെല്ലേയും കൂടി എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ പറ്റി വീണ്ടും കാണാം. ബൈ.